എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 137, 138 എന്നീ 2 ശ്ലോകങ്ങൾ, അവസാനത്തെ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഒരു അധ്യായം, ഒരു സർഗം അവസാനിക്കുമ്പോൾ വൃത്തം മാറുക എന്നുള്ളതൊരു സ്വാഭാവികമായിട്ട് കവികൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇവിടെ 137ാമത്തെ ശ്ലോകത്തിൽ വസന്തതിലകം വൃത്തവും 138ാമത്തേതിൽ മാലിനി വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകം പറഞ്ഞു നിർത്തിയത് രുക്മിയുമായിട്ടുള്ള യുദ്ധം നടത്തിയിട്ട് രുക്മിയെ തോൽപ്പിച്ചു വിട്ടു, നാണക്കേട് കൊണ്ട് അയാൾ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി എന്നതൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി ഇവരുടെ തിരിച്ചുള്ള ദ്വാരകയിലേക്കുള്ള പോക്കാണ്. അത് നമുക്ക് ആദ്യത്തെ ശ്ലോകം 137ാമത്തെ ശ്ലോകം നോക്കാം. ആഹൃത്യ തസ്യ ഹയമണ്ഡലമസ്തയോധം ക്ലുപ്താർഹണഃ പഥി മഹീപതിമണ്ഡലേന ദ്വിത്രൈർദിനൈർയദുപതിർജലധേരയാസീത് കൂലം മരുന്മുഖരതാലവനാഭിരാമം. നമുക്ക് പദച്ഛേദം പറയാം. ആഹൃത്യ തസ്യ ഹയമണ്ഡലം അസ്തയോധം ക്ലുപ്താർഹണഃ പഥി മഹീപതിമണ്ഡലേന ദ്വിത്രൈഃ ദിനൈഃ യദുപതി ജലധേഃ അയാസീത് കൂലം മരുന്മുഖരതാലവനാഭിരാമം. ഇത്രയും ദിവസം ഇങ്ങനെ ഒരേപോലെ ഇന്ദ്രവജ്ര, ഉപേന്ദ്രവജ്ര, ഉപജാതി വൃത്തങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഇപ്പോൾ ഒരു വസന്തതിലകം വൃത്തം ചൊല്ലുമ്പോൾ ഒരു സുഖം തോന്നുകയാണ്. എന്താണ് ഇവിടെ പറയണത്? ദ്വാരകയിലേക്ക് പോകുന്നതിൻ്റെ ഒരു സൗന്ദര്യമാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് അന്വയത്തിലേക്ക് കിടക്കാം. യദുപതി, യാദവന്മാരുടെ പതിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്താണ് രുക്മിയെ പറഞ്ഞയച്ചു കഴിഞ്ഞതിന് ശേഷം ചെയ്തതെന്ന് പറയാണ്. തസ്യ അസ്തയോധം ഹയമണ്ഡലം ആഹൃത്യ. തസ്യ എന്ന് പറഞ്ഞാൽ ആ രുക്മിയുടെ, അസ്തയോധം യോദ്ധാവ് നഷ്ടപ്പെട്ട ആ കുതിരകളെ പറ്റിയിട്ടാണ്. ഹയമണ്ഡലം, ഹയം കുതിര, ഹയമണ്ഡലം കുതിരകളുടെ കൂട്ടം. രുക്മി വന്നപ്പോൾ കുറേ കുതിരകളെ, ആനകളെയൊക്കെ കൊണ്ടുവന്നിരുന്നല്ലോ. അതിൽ കുതിരകളെ പറ്റിയിട്ടാണ് പറയണത്. ആനകൾ ഉണ്ടാവില്ലായിരിക്കും. സൈന്യം എന്ന് പറയുന്നത് കൊണ്ട് ചതുരംഗ സൈന്യമാണ് സാധാരണ കൊണ്ടുവരിക. ഇവിടെ കൂടുതലായിട്ട് കുതിരകളെ ആവും കൊണ്ടുവന്നിട്ടുണ്ടാവുക. ആ കുതിരകളുടെ കൂട്ടം, അവിടെ യോദ്ധാക്കൾ കുറവായിരുന്നു, അതായത് അവരെയൊക്കെ വധിച്ചുല്ലോ. അതുപോലെ തന്നെ രുക്മിയുടെ സൂതനെയൊക്കെ വധിച്ചുല്ലോ. അപ്പം കുതിരകൾ കുറേ അധികം കൊണ്ടുവന്ന കുതിരകൾ ചിലതൊക്കെ ചത്തുപോയിട്ടുണ്ടാവും. എന്നാലും ബാക്കി വന്നതായ കുതിരകളുടെ കൂട്ടത്തെ, അസ്തയോധം ഹയമണ്ഡലം, സവാരിക്കാർ അല്ലെങ്കിൽ ഭടന്മാരില്ലാത്ത ആ കുതിരകളുടെ കൂട്ടത്തെ ആഹൃത്യ, തൻ്റെ കൂട്ടത്തിലേക്ക് കൂട്ടിയിട്ട്, യാദവന്മാരുടെ സൈന്യത്തിലേക്ക് അവരെയൊക്കെ കൂട്ടിച്ചേർത്തു. അതായത് ആ കുതിരകളെയും കൊണ്ടാണ് ദ്വാരകയിലേക്ക് പിന്നെ ശ്രീകൃഷ്ണൻ പോയത്. ആഹൃത്യ, കൂട്ടിച്ചേർത്തിട്ട്, പഥി, വഴിയിലൊക്കെ, അതായത് പെട്ടെന്ന് അങ്ങോട്ട് ദ്വാരകയിലേക്ക് എത്തില്ലല്ലോ, കുറച്ച് ദൂരം യാത്ര ചെയ്യാനുണ്ട്. അത് പറയും 3-4 ദിവസങ്ങളെ കൊണ്ടാണ് അവിടെ എത്തിയതെന്ന്. പഥി, പോകുന്ന വഴിയിലൊക്കെ, മഹീപതി മണ്ഡലേന, സാമന്ത രാജാക്കന്മാർ ധാരാളം ഉണ്ടല്ലോ. ദ്വാരക എത്തുന്നത് വരെ എത്രയോ രാജ്യങ്ങളുണ്ട്, ചെറിയ ചെറിയ രാജ്യങ്ങൾ, നാട്ടുരാജ്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ രാജാക്കന്മാരുണ്ട്. അവരാലൊക്കെ തന്നെ, അതാണ് മഹീപതി മണ്ഡലേന. ഇനി വലിയ രാജാക്കന്മാരുണ്ടെങ്കിൽ അവരാലും, ചെറിയ ചെറിയ രാജാക്കന്മാരുണ്ടെങ്കിൽ അവരാലും ഒക്കെ തന്നെ, ആ രാജാക്കന്മാരുടെ കൂട്ടങ്ങളാൽ ക്ലിപ്താർഹണ, വേണ്ട വിധത്തിലുള്ള ആദരവുകൾ, പൂജകളൊക്കെ ചെയ്തു കൊടുക്കപ്പെട്ടവനായിട്ട്, ക്ലിപ്താർഹണ, അർഹണം എന്ന് വെച്ചാൽ ആദരവാണ്. അങ്ങനെ അവരാൽ നൽകപ്പെട്ട ആദരവുകൾ മുഴുവനും ഏറ്റുവാങ്ങിക്കൊണ്ട്, ക്ലിപ്താർഹണ ദ്വിത്രൈഹി ദിനൈഹി, ദ്വിത്രൈഹി എന്ന് പറയുമ്പോൾ 2-3 ദിവസങ്ങളെ കൊണ്ട്, കുതിരയിൽ കുറേ പേര് കുതിരപ്പുറത്തുണ്ടാവും, കുറേ പേര് ആനപ്പുറത്തുണ്ടാവും. ഭഗവാനും രുക്മിണിയും കൂടിയിട്ട് രഥത്തിൽ, ബലരാമനും രഥത്തിൽ, അങ്ങനെ ഒരു കൂട്ടമാണ് സഞ്ചരിച്ചു കൊണ്ട് പോണത്. അവരൊക്കെ കൂടി പൂജകളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട്, അത്ര വേഗത്തിലൊന്നും അല്ല ദ്വാരകയിലേക്ക് പോയത്. ഇങ്ങോട്ട് വന്ന വേഗതയൊന്നും അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായില്ല. പോണ വഴിക്ക് ആ മാർഗത്തിലുണ്ടായിരുന്ന രാജ്യങ്ങൾ, ആ രാജ്യത്തിലെ രാജാക്കന്മാരുടെയൊക്കെ അവരുടെ ആദരവും ബഹുമാനവും പൂജകളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ യാത്ര ചെയ്തിട്ട്, ജലധേഹേ, 2-3 ദിവസങ്ങളെ കൊണ്ട് സമുദ്രത്തിൻ്റെ കരക്കിലെത്തി, അതായത് ദ്വാരകയിലെത്തി എന്നർത്ഥം. ജലധേഹേ, സമുദ്രത്തിൻ്റെ, മരുന്മുഖരതാലവനാഭിരാമം കൂലം അയാസീത്, സമുദ്രത്തിൻ്റെ മധ്യത്തിൽ പണിതതായിട്ടുള്ള, സമുദ്രത്തിൻ്റെ തീരത്ത് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, ദ്വാരകയിലെന്ന് തന്നെയാണ് അർത്ഥം ഉദ്ദേശിക്കുന്നത്. മരുന്മുഖര താലവനാഭിരാമം, മരുത്ത കാറ്റ് അടിക്കുന്നത് കൊണ്ട് നല്ല ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായ താലവനങ്ങൾ,
പനകളുള്ളതായ, കാറ്റടിക്കുമ്പോൾ ഈ പനയോലകളുടെ ഇടയിലൂടെ കാറ്റടിക്കുമ്പോൾ നല്ല ഝങ്കാര ശബ്ദം കേൾക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ മരങ്ങളിലൊക്കെ, ആല പോലെയുള്ള മരങ്ങളിലൊക്കെ കാറ്റ് പിടിക്കുമ്പോൾ അതിൻ്റേതായിട്ടൊരു ശബ്ദം ഉണ്ടാവുമല്ലോ, വീശിയടിക്കണ ശബ്ദം. ആ ശബ്ദം കൊണ്ട് സുന്ദരമായിരുന്ന, അഭിരാമമായിരുന്ന, കാണാൻ ഭംഗിയുള്ളതും നല്ല ശബ്ദമുഖരിതമായ, അതായത് കേൾക്കാൻ ഇമ്പമുള്ള, ബഹളം എന്നല്ല, അതിൻ്റേതായിട്ടുള്ളൊരു സുന്ദരമായിട്ടുള്ള ശബ്ദം, ആ ശബ്ദത്തോട് കൂടിയതായ കൂലം, തീരം, അതായത് ദ്വാരക എന്നർത്ഥം, അവിടേക്ക് എത്തിച്ചേർന്നു. അയാസീത്, അവിടെ പ്രാപിച്ചു. ഈ ശ്രീകൃഷ്ണനും സൈന്യങ്ങളുമൊക്കെ തന്നെ, രുക്മിയുടെ സൈന്യം, രുക്മി പോയി, അതുപോലെ മറ്റ് ആൾക്കാരൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്ന ഭടന്മാർ പലരും പോയി എങ്കിലും ബാക്കിയുള്ളവരെയൊക്കെ തൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് വലിയൊരു സൈനിക വ്യൂഹത്തോട് കൂടിയിട്ട് ദ്വാരകയിലേക്ക് ശ്രീകൃഷ്ണനും ബലരാമനും ശ്രീകൃഷ്ണനോടൊപ്പം രുക്മിണിയും കൂടിയിട്ട് തിരിച്ചെത്തി എന്നാണ് ഇവിടെ പറയണത്. അടുത്ത ശ്ലോകത്തിൽ വളരെ ഭംഗിയായിട്ടുള്ള വിവാഹ ആഘോഷമാണ് വർണ്ണിക്കുന്നത്. നമുക്ക് 138 ശ്ലോകം നോക്കാം. അധപുരമധിവേദി പ്രജ്വലദ്ദീപമാലം നിഹിതസഫലരംഭാരാജിരമ്യം സഗത്വാ നൃപദുഹിതൃസഹസ്രോദ്വാഹ പുണ്യാഹ കൽപ്പം വ്യധിതഗുണിനിലഗ്നേ ഭീഷ്മകന്യാ വിവാഹം. ഒറ്റ ശ്ലോകം കൊണ്ട് വിവാഹമംഗളാഘോഷങ്ങളൊക്കെ നടത്തി എന്നാണ് പറയണത്. നമുക്ക് പദച്ഛേദം പറയാം. അഥ പുരം അധിവേദി പ്രജ്വലദ്ദീപമാലം നിഹിതസഫലരംഭാരാജിരമ്യം സ ഗത്വാ നൃപദുഹിതൃസഹസ്രോദ്വാഹ പുണ്യാഹ കൽപ്പം വ്യധിത ഗുണിനി ലഗ്നേ ഭീഷ്മകന്യാ വിവാഹം. ശ്ലോകത്തിൽ പദച്ഛേദം ചെയ്യാനൊക്കെ കുറവാണ്, സമസ്ത പദങ്ങളാണ് ധാരാളമായിട്ടുള്ളത്. അർത്ഥത്തിലേക്ക് കിടക്കാം. അധ അനന്തരം, സ കൃഷ്ണ ആ ശ്രീകൃഷ്ണൻ, അധിവേദി, വേദി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് എന്ന് നമ്മൾ പറയണത്, അതിന് തന്നെയാണ് വേദി എന്ന് പറയുന്നത്. അധിവേദി എന്ന് പറഞ്ഞാൽ വേദിയുടെ മുകളിൽ, വേദ്യാം, വേദിയിൽ വച്ചിരിക്കുന്നതായ, എന്തൊക്കെയാണ് വച്ചിരിക്കുന്നത്? പ്രജ്വലദ്ദീപമാലം, നന്നായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതായ വിളക്കുകൾ, നിലവിളക്കുകൾ ഉണ്ടാവും, ചരാതുകൾ ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള വിളക്കുകൾ നിരനിരയായിട്ട് കൊളുത്തി വച്ചിട്ടുണ്ട്. പ്രജ്വലദ്ദീപമാലം. അതുപോലെ തന്നെ നിഹിത സഫല രംഭാരാജിരമ്യം, നിഹിതം അതായത് കുഴിച്ചിട്ടിരിക്കുന്നതായ, സഫലം കുലകളോടുകൂടിയതായ, രംഭാരാജികൾ, രംഭ വാഴകളാണ്, രംഭാരാജി വാഴകളുടെ കൂട്ടം, അതുകൊണ്ട് സുന്ദരമാക്കിയത്. അപ്പോൾ വിളക്കുകൾ കൊളുത്തി വയ്ക്കുന്നത് വാഴകൾ, കുലവാഴകൾ നാട്ടിയത്, അതൊക്കെ സൗന്ദര്യത്തിൻ്റെ, അലങ്കാരത്തിൻ്റെ സൂചകമാണ്. അന്നും അതെ ഇന്നും അതെ. കുലവാഴകളൊക്കെ നമ്മൾ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, വിവാഹങ്ങൾ അതൊക്കെ വരുമ്പോൾ ഈ കുലവാഴകൾ ഇങ്ങനെ നട്ടുവയ്ക്കും. അവിടെയുള്ള വാഴകളൊന്നുമല്ല, വേറെ എവിടെയെങ്കിലുള്ള കുലവാഴകൾ വെട്ടിക്കൊണ്ടുവന്ന്, പഴുത്ത കുലകളോ അല്ലെങ്കിൽ പച്ച നല്ലവണ്ണം മൂപ്പെത്തിയതായിട്ടുള്ള കുലകൾ ഉള്ളതായ വാഴ ഇങ്ങനെ ആരംഭത്തിൽ വാതിൽക്കൽ തന്നെ വയ്ക്കാറുണ്ട്. അതുപോലെ കുലവാഴകൾ നാട്ടിയതും ധാരാളം വിളക്കുകൾ കൊളുത്തി വച്ചിരിക്കുന്നതുമായിട്ടുള്ള വേദിയിൽ, വിവാഹവേദിയെ പറ്റിയിട്ടാണ് പറയണത്. നിഹിത സഫല രംഭാരാജിരമ്യം പുരം, വിവാഹവേദി മാത്രമല്ല ആ ദ്വാരക തന്നെ അലങ്കരിച്ചു വച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ പലതിനെ കൊണ്ടും. അങ്ങനെയുള്ള ആ ദ്വാരകാപുരിയിലേക്ക് ഗത്വ ചെന്നിട്ട്, നൃപ ദുഹിതൃ സഹസ്ര ഉദ്വാഹ പുണ്യാഹ കൽപ്പം ഭീഷ്മകന്യാ വിവാഹം. നൃപ ദുഹിതൃ സഹസ്രം, ദുഹിതൃ സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ. ആരുടെയാണ്? രാജാവിൻ്റെ, ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ, രാജകുമാരിമാരുടെ ഉദ്വാഹ പുണ്യാഹ കൽപ്പം, വിവാഹം നടത്തുന്ന പോലെ, അതാണ് ഉദ്വാഹം എന്ന് വെച്ചാൽ വിവാഹമാണ്. അങ്ങനെ ഒരു ദിവസം ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ, രാജകുമാരിമാരുടെ വിവാഹം എങ്ങനെയാണോ ആഘോഷത്തോട് കൂടിയിട്ടും മംഗളകരമായിട്ടും ഒക്കെ നടത്തപ്പെടുന്നത്, തത് സദൃശം, അതുപോലെ, കൽപ്പം എന്ന് പറഞ്ഞാൽ അതുപോലെ, ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്ന പോലെയാണ്, അത്രയ്ക്ക് പുണ്യമായിട്ട്. അതുപോലെ ദാനങ്ങളും അതുപോലെ ആദരവുകളും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ആയിരക്കണക്കിന് വിവാഹം നടത്തുമ്പോൾ ഒരു രാജാവ് തൻ്റെ ആയിരക്കണക്കിന് പെൺകുട്ടികളെ അല്ലെങ്കിൽ രാജാക്കന്മാരെ അവരവരുടെ
പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ എന്തെല്ലാം നന്മയേറിയ ചടങ്ങുകളാണോ നടത്തുന്നത് അത് മുഴുവനും നടത്തിയിട്ട് അത്രയ്ക്ക് പുണ്യമായിട്ടുള്ളതായ ഒരു ആഘോഷമായിട്ട് ഭീഷ്മകന്യാ വിവാഹം നടത്തി. ഭീഷ്മകന്യ രുക്മിണിയുമായിട്ടുള്ള വിവാഹം എന്നാണ് ചെയ്തത്. ഏതായിരുന്നു ദിവസം? ഏറ്റവും ഗുണങ്ങൾ ചേർന്നതായിട്ടുള്ള ലഗ്നമുള്ള ഒരു ദിവസം, അതാണ് ഗുണിനി ലഗ്നേ. ശുഭമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ ഏറ്റവും മംഗളകരമായിട്ടുള്ള ആ ഒരു കർമ്മം, വിവാഹം പ്രൗഢമായിട്ട് ഏറ്റവും പ്രതാപമായിട്ട് എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിൽ ഒരു കുറവുകളുമില്ലാതെ എങ്ങനെയായിരിക്കും രുക്മിണി തൻ്റെ വിവാഹം നടക്കണമെന്ന് ആഗ്രഹിച്ചത് അതിലൊക്കെ എത്രയോ മീതയായിട്ട് നടത്തി. അതാണ് വ്യഥിത. അങ്ങനെ ഭംഗിയായിട്ട് വിവാഹ മംഗളാഘോഷങ്ങൾ നടത്തി എന്നാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ രുക്മിണിയുടെ വിവാഹത്തെ പറ്റിയിട്ട് രുക്മിണിക്ക് ഉണ്ടായിരുന്ന മോഹങ്ങൾ മുഴുവനും സഫലമായി. രുക്മി അതിനെതിരായിട്ട് പുറപ്പെട്ടു. രുക്മിക്ക് അതിനുള്ള തിരിച്ചടി കിട്ടി. കൂടെ നിന്നവരായിട്ടുള്ള ശിശുപാലൻ, ജരാസന്ധൻ തുടങ്ങിയിട്ടുള്ളവരെയും ഒക്കെ ഒതുക്കിക്കളഞ്ഞു. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ശ്രീകൃഷ്ണനും രുക്മിണിയും തമ്മിലുള്ളതായ വിവാഹം ഏറ്റവും ആഘോഷപരമായിട്ട് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരകവി ഈ ഒരു സർഗം അവസാനിപ്പിക്കുകയാണ് ചെയ്യണത്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ആഹൃത്യ തസ്യ ഹയമണ്ഡലമസ്തയോധം ക്ലുപ്താർഹണഃ പഥിമഹീപതിമണ്ഡലേന ദ്വിത്രൈർദിനൈര്യദുപതിർജലധേരയാസീത് കൂലം മരുന്മുഖരതാലവനാഭിരാമം അധ പുരമധിവേദി പ്രജ്വലദ്ദീപമാലം നിഹിതസഫലരംഭാരാജിരമ്യം സഗത്വാ നൃപദുഹിതൃസഹസ്രോദ്വാഹ പുണ്യാഹ കൽപ്പം വ്യഥിതഗുണിനി ലഗ്നേ ഭീഷ്മകന്യാ വിവാഹം. അങ്ങനെ ഭീഷ്മകന്യയുമായിട്ടുള്ള വിവാഹം അതിഗംഭീരമായിട്ട് നടന്നു എന്നാണ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. സംസ്കൃതത്തിൽ പുണ്യാഹ കലപം എന്നാണ് എഴുതിയിരിക്കുന്നത്, കൽപ്പം എന്നാണ്, അതായത് തുല്യം എന്നർത്ഥം. ആയിരക്കണക്കിന് രാജകുമാരിമാരുടെ വിവാഹം നടക്കുന്നതിന് തുല്യമായിട്ട് അതേപോലെ തന്നെ ഒരു കുറവുമില്ലാതെ ഇവർ 2 പേരും, ആകെ 2 പേരേ ഉള്ളൂ ഇവിടെ, ശ്രീകൃഷ്ണനും രുക്മിണിയും. മറ്റത് ആയിരക്കണക്കിന് രാജകുമാരന്മാരും രാജകുമാരിമാരും തമ്മിലുള്ളതായ വിവാഹമാണ്. അത്രയ്ക്ക് ഗംഭീരമാക്കുക എന്നുള്ളത് കൊണ്ട് ആൾക്കാരെ ക്ഷണിക്കുക, അവർക്ക് ഭക്ഷണവും അതുപോലെ തന്നെ ദാനവും കൊടുക്കുക, അങ്ങനെ പല ചടങ്ങുകളുണ്ട്. ബ്രാഹ്മണർക്ക് ദാനം, പശുദാനം തുടങ്ങിയിട്ടുള്ളതും, ആരെയൊക്കെയാണ് ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്, അവരെയൊക്കെ കാണുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒന്നിനും ഒരു കുറവ് വരുത്താതെ വളരെ ഭംഗിയായിട്ട് വിവാഹം ആഘോഷിച്ചു എന്നാണ് പറയണത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.